നമസ്കാരം. ഈ പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിൻ അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം, ഇൻഫോർമേഷൻ പർപ്പസ് ഓൺലി, സംസാരിക്കുന്നത് സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ, ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്റർ. ലോക സമാധാന സംഘടന, ലോക പുനരധിവാസ സംഘടനയുടെ ദക്ഷിണേന്ത്യയിലെ ഹെഡ്ക്വാർട്ടറായ ഇന്ന് ഞങ്ങളുടെ അന്താരാഷ്ട്ര ജോയിൻറ്റ് ഡയറക്ടറും ഞങ്ങളുടെ അന്താരാഷ്ട്ര, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളുടെ പബ്ലിക് റിലേഷൻ ഓഫീസറുമായ ബഹുമാനപ്പെട്ട ഓണറബിൾ റിഷ വേണു മാഡം ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഇതിനു മുൻപ് മുംബൈ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ രജിസ്ട്രാറും ഡീനുമൊക്കെയായി പിരിഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ താമസമാക്കുകയും ഞങ്ങളുടെ അന്താരാഷ്ട്ര ഓഫീസിലുമാണ്. അവർ ഇന്ന് കൊടുന്ന ഈ കസ്റ്റാർഡ് ആപ്പിൾ അഥവാ രാമപ്പഴം അഥവാ ലക്ഷ്മണപ്പഴം, ഇതിന് ലോകത്തെ പല രാജ്യങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് വെസ്റ്റേൺ ഗാട്ട്സ് ഇന്ത്യയിൽ ധാരാളം കാണപ്പെടുന്നു. ഇതിന് അപൂർവമായ ചെറുകുടൽ, വൻകുടൽ, മലാശയം, സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാക്കുന്ന, ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഉണ്ടാക്കുന്ന എല്ലാ ക്യാൻസർ അഥവാ ഓങ്കോ ഡിസീസിനുള്ള പരിഹാരമാണ് ഈ പഴം. ഇത് ലോക ജനതയ്ക്ക് അറിയില്ല. ഇത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിച്ചാൽ 45 ദിവസം മുതൽ 3 മാസം വരെ തുടർച്ചയായി മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിച്ചാൽ 3 സ്റ്റേജ് വരെ നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന കുടൽ ക്യാൻസറിനെ ഒരു പരിധി വരെ, മുഴുവനാക്കാൻ പറ്റിയില്ലെങ്കിലും പ്രതിരോധിക്കാമെന്ന് ഗവേഷകരായ ഞങ്ങളും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അട്ടപ്പാടിയിലും വയനാട്ടിലും പലർക്കും ആരും അറിയാതെ പക്ഷികൾ, മൃഗങ്ങൾ മാത്രം തിന്നുന്ന, ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ പഴം ബോംബെയിൽ 1.5 ലക്ഷവും ഞങ്ങൾക്ക് 6 പഴത്തിന് 15,000 രൂപ വരെയും റിസർച്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ക്യാൻസർ രോഗത്തിന്, ഞങ്ങളതിൽ ആഴത്തിൽ ഗവേഷണം നടത്തിയപ്പോഴാണ് ഇത് ക്യാൻസർ രോഗത്തിൻ്റെ മരുന്നാണ്. ഇത് എല്ലാവരും കൃഷി ചെയ്യുകയും ക്യാൻസർ രോഗം മാത്രമല്ല, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള എല്ലാവിധ രക്തക്കുറവ്, കുടൽ വേദന, വയറുവേദന, ഗട്ട് ബ്രെയിൻ കണക്ഷൻ, ഗട്ടിൻ്റെ അഥവാ കുടലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് ഈ പഴം. ഈ രാമപ്പഴം അഥവാ കസ്റ്റാർഡ് ആപ്പിളിനെ പരിപാലിക്കണമെന്നും എല്ലാവരും കൃഷി നടത്തണമെന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുന്നു. റിഷ മേഡത്തിന് ഇത് കൊണ്ടുവന്ന് തന്ന റിഷ മേഡത്തിന് എല്ലാവിധ അഭിനന്ദനവും. താങ്ക് യു.